നോട്ട് നിരോധനം നടത്തിയ സമയത്ത് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ നോട്ടുകളൊക്കെ കൈകാര്യം ചെയ്ത് നിങ്ങളുടെ സമയം കളയണ്ട, കൈയൊന്നും വൃത്തികേടാക്കണ്ട, നമുക്ക് ഡിജിറ്റൽ തലത്തിലേക്ക് മാറാം, സർവത്ര ഡിജിറ്റൽ. അങ്ങനെ ജനങ്ങളെ അതിലേക്ക് പ്രോത്സാഹിപ്പിച്ചു, പ്രേരിപ്പിച്ചു. സൗജന്യമല്ലേന്ന്, നിങ്ങളുടെ ഫോൺ എടുക്കുക, കുത്തുക, നിങ്ങൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൈസ ഡിജിറ്റലായി കൊടുക്കുന്നു. അങ്ങനെ UPI മോഡ് സർവ്വവ്യാപിയായി. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, അങ്ങനെ പല പല കമ്പനികളും രംഗത്തേക്ക് വന്നു. വാട്സപ്പ് പേയ്മെന്റ് എല്ലാം വന്നുകൊണ്ടിരുന്നു. നമ്മൾ സർക്കാരിനെ വിശ്വസിച്ച് നമ്മുടെ ക്രയവിക്രയവും വിനിമയവും ഒക്കെ നമ്മൾ ഈ ഡിജിറ്റൽ മോഡിലേക്ക് മാറ്റി. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ നമ്മൾ നൽകുന്ന തുക കൈപ്പറ്റുന്ന കച്ചവടക്കാർക്ക് ഒരു സർചാർജ് ചുമത്തും. സർക്കാർ ഇപ്പം ഒരു ന്യായീകരണമായി വന്നിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ മറുപടി പറഞ്ഞപ്പം പറഞ്ഞു, ഇതൊന്നും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമല്ല. എന്താ കാരണം? മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് കച്ചവടക്കാരിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത്. വളരെ ലളിതമായ മറുപടി. കച്ചവടക്കാരൻ അങ്ങനെ ഒരു തുക സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ ഉപഭോക്താവിലേക്ക് ആ തുക കൈമാറില്ലേ? അതല്ലേ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. അതായത് ഒരാൾക്കൊരു ഭാരം വെച്ചു കഴിഞ്ഞാൽ ആ ഭാരം ഉപഭോക്താവിലേക്ക് മാറ്റും, അല്ലാതെ കച്ചവടക്കാരൻ ആ ഭാരം ഏറ്റെടുക്കാൻ പറ്റുമോ? നോക്കുക, എത്ര തന്ത്രപൂർവ്വം ഒരു അധിക ഭാരം, അധിക നികുതി നമ്മുടെ ജനങ്ങളുടെ മേൽ ഇവർ ചുമത്തുന്നു. ഇനി ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഇത് പ്രാബല്യത്തിൽ വരുത്താം. അങ്ങനെ വരുത്തി കഴിയുമ്പോൾ കച്ചവടക്കാരിൽ നിന്ന് ഈടാക്കുന്ന തുക വീതിക്കും. ആർക്കൊക്കെ പോകുന്നത്? ബാങ്കുകാർക്ക് കിട്ടും. ബാങ്കുകാരല്ലേ തന്നെ ഇപ്പോൾ എന്തെല്ലാം തരത്തിൽ മിനിമം ബാലൻസ് ഇല്ല എന്നുള്ള പേരിൽ എന്തെല്ലാം തരത്തിലാണ് പൈസ നമ്മളിൽ നിന്ന് ഇങ്ങനെ കവർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്കിന് കിട്ടും, ഇടനിലക്കാരായിട്ടുള്ള UPI കമ്പനികൾക്ക്, ഗൂഗിൾ പേക്കും ഫോൺ പേക്കും പേടിഎമ്മിനും ഒക്കെ കിട്ടും. അങ്ങനെ കൂടുതൽ പ്രചരിപ്പിക്കുന്ന സാധനം എന്താണ്? ഇപ്പോൾ ചുമത്താൻ വേണ്ടിയല്ല, ആവശ്യമുണ്ടെങ്കിൽ ചുമത്തും എന്ന് വെച്ചാൽ ഒരു ബ്ലാങ്കറ്റ് അപ്രൂവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി പാർലമെന്റിനെ ഒന്നും സമീപിക്കേണ്ട കാര്യമില്ല. നിയമം അങ്ങ് പാസ്സായി എടുത്തു കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ അനുമതിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും വേണമെങ്കിൽ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഈ പറയുന്ന മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ചുമത്തി ഡിജിറ്റൽ മോഡിലുള്ള പേയ്മെന്റിന് ഒരു ഭാരം ഈടാക്കി അത് ബാങ്കുകൾക്കും മറ്റുള്ളവർക്കെല്ലാം വീതിച്ചു കൊടുക്കാനുള്ള അവസരം സർക്കാരിന് ലഭിക്കും.